നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വന്തം. ISL 4 റൗണ്ട് മത്സരങ്ങൾ കഴിഞ്ഞ് ഇപ്പോൾ ഇൻ്റർനാഷണൽ ബ്രേക്ക് ആണല്ലോ. ഈ 4 റൗണ്ട് മത്സരങ്ങൾ കഴിയുമ്പോൾ ലഭ്യമാവുന്ന സൂചനകൾ എന്താണ്? പ്രത്യേകിച്ച് 4ാം റൗണ്ടിൽ ടേക്ക് അവേസ് എന്തൊക്കെയാണ്? നമ്മൾ ഓരോ റൗണ്ടിന് ശേഷവും വിശദമായിട്ടുള്ള റിവ്യൂസ് ചെയ്യാറുണ്ട്. അത് ഈ 4ാം റൗണ്ടിലും തുടരുകയാണ്. 4ാം റൗണ്ടിനൊരു പ്രത്യേകതയുണ്ട്. ആദ്യത്തെ 4 കളികളും സമനിലയിലാണ് അവസാനിച്ചത്. ആദ്യത്തെ 2 കളി ഗോൾ രഹിത സമനില, പിന്നെയുള്ള 2 കളികളിൽ അടി തിരിച്ചടി അങ്ങനെയുള്ള സമനില. അതിനുശേഷം അടുത്ത 2 മത്സരങ്ങളിൽ, അതായത് ഡബിൾ ഹെഡറായിട്ട് നടത്തപ്പെട്ട കഴിഞ്ഞ ശനിയാഴ്ച നടത്തപ്പെട്ട മത്സരങ്ങളിൽ വിജയമുണ്ടാവുകയും ചെയ്തു. നോക്കുക, ഈ ഒരു മാച്ച് വീക്കിൽ നടന്ന കളികൾ, ഹൈദരാബാദും ചെന്നൈയിനും തമ്മിൽ നടന്ന മത്സരം ഗോൾ രഹിതം. ഹൈദരാബാദ് ഈ സീസണിലെ ആദ്യ പോയിന്റ് സ്വന്തമാക്കുന്നു. മുംബൈ സിറ്റിയും ബംഗളൂരും തമ്മിലുള്ള മത്സരം ഗോൾ രഹിതം. ബംഗളൂരുവിന് ഹോം മത്സരങ്ങളിലെ വിജയ തുടർച്ച എവേ മത്സരത്തിൽ തുടരാൻ കഴിഞ്ഞില്ല. പക്ഷെ അവരുടെ അൺബീറ്റൺ റൺ അവരെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു 4ാം റൗണ്ടിലേക്ക്. ഒഡീഷ FC KBFC മത്സരം 2 ഗോളുകൾക്ക് ബ്ലാസ്റ്റേഴ്സ് ലീഡ് എടുത്തിട്ട് ഒഡീഷ അത് തിരിച്ചടിക്കുന്ന കാഴ്ച. അങ്ങനെ അടി തിരിച്ചടി കഴിഞ്ഞില്ല. ഗോവ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മത്സരം 3-3 സമനിലയിലാണ് അവസാനിച്ചത്. കളിയുടെ അവസാന ഘട്ടത്തിലാണ് ഗോവ സമനില പിടിക്കുന്നത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. അങ്ങനെ 3-3 എന്ന രൂപത്തിലാണ് അവിടെ മത്സരം അവസാനിച്ചത്. പിന്നെ അവസാനം ഡബിൾ ഹെഡർ നടന്ന കളി ജംഷഡ്പൂർ FC ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് ഈസ്റ്റ് ബംഗാളിനെ തോൽപ്പിക്കുന്നു. ജംഷഡ്പൂർ അവരുടെ ഏറ്റവും മികച്ച ലീഗ് സ്റ്റാർട്ട് അത് തുടരുകയാണ്. അതേസമയം മോഹൻ ബഗാൻ സംശയങ്ങളൊക്കെ അവസാനിപ്പിക്കുകയാണ്. കൊൽക്കത്ത ഡെർബി മത്സരം മുഹമ്മദ് അനസിയെ 3-0 തോൽപ്പിച്ചുകൊണ്ട് കൺവിൻസിംഗ് ആയിട്ടുള്ള വിജയം അവർ സ്വന്തമാക്കിയതും ഈ ഒരു മാച്ച് വീക്കിലാണ്. അവരെക്കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അതങ്ങ് അവസാനിപ്പിച്ചിരിക്കുകയാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് എന്ന് തന്നെ പറയേണ്ടി വരും. സോ ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ ആദ്യത്തെ റൗണ്ട് മത്സരങ്ങൾ സ്പെക്ടാക്കുലർ ഗോൾ സ്കോറിംഗ് മൊമെൻറ്റ്സിലൂടെയാണ് നടന്നതെങ്കിൽ 4th മാച്ച് വീക്കിൽ കാര്യങ്ങളിൽ ഒരു നോട്ടബിൾ ഷിഫ്റ്റ് ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. 2 മത്സരങ്ങൾ ഗോൾലെസ് ഡ്രോ ആയിട്ട് അവസാനിച്ചു. പിന്നെ ഗോളുകൾ പിറന്നുകൊണ്ടുള്ള ഡ്രോ ആയിട്ട് കണ്ടു. ഒടുവിൽ വിജയങ്ങൾ കാണുന്നത്. അങ്ങനെ കാര്യങ്ങളിൽ ഒരു ഷിഫ്റ്റ് സംഭവിക്കുന്ന കാഴ്ച. ഹൈദരാബാദ് FC അവരുടെ ഈ സീസണിലെ ആദ്യ പോയിന്റ് സ്വന്തമാക്കി. അതേസമയം ഒഡീഷ FCയുടെ KBFCക്കെതിരെയുള്ള കംബാക്ക്, അതും 2 ഗോൾ മടക്കിയടിച്ചുകൊണ്ടുള്ള കംബാക്ക്. മുംബൈ സിറ്റി FC ടേബിൾ ടോപ്പേഴ്സ് ആയിട്ടുള്ള ബംഗളൂരു FCയുമായിട്ട് സമനില പിടിക്കുന്നത്. FC ഗോവയുടെ അവസാന മിനിറ്റിലെ ഈക്വലൈസർ. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെ ഫറ്റോഡയിൽ. ഇതൊക്കെ വളരെ ഇവൻഫുൾ ആയിട്ടുള്ള ഒരു മാച്ച് വീക്കാണ് നമുക്ക് സമ്മാനിച്ചത് എന്ന് തന്നെ പറയേണ്ടി വരും. പിന്നെ 3-0 സിറ്റി റിവേഴ്സിനെ തോൽപ്പിച്ച മോഹൻ ബഗാന്റെ കാര്യം, അവർ കാര്യങ്ങൾ കൺവിൻസിങ് ആക്കുന്നു. ജംഷഡ്പൂർ FC അവരുടെ ഖാലിദ് ജമീലിന് കീഴിലുള്ള കുതിപ്പ് തുടരുന്നു. അപ്പം ഓരോന്നോരോന്ന് എടുത്തു പറഞ്ഞ ഒന്നാമത്തെ കാര്യം, ടേക്ക് അവേയിൽ ഒന്നാമതായിട്ട് പറയാനുള്ളത് ഹൈദരാബാദ് FC ഓഫ് ദി മാർക്കായിരിക്കുന്നു. നമുക്കറിയാം, ഈ ഒരു സീസണിൻ്റെ മുമ്പ് ഒരുപാട് അനിശ്ചിതത്വങ്ങൾ നിലനിന്നിരുന്നു. അങ്ങനെ വേണ്ട വിധത്തിൽ പ്രീ സീസണൊന്നും ലഭിക്കാതെ ഇറങ്ങുന്ന ഹൈദരാബാദ് FC വളരെ സ്പിരിറ്റഡ് ആയിട്ട് കളിക്കുന്നു എന്നുള്ളതിന് കൈയടിക്കണം. അങ്ങനെയാണ് അവർ ആദ്യ പോയിന്റ് സ്വന്തമാക്കുന്നത്, ഗോൾലെസ് ഡ്രോ എഗെയിൻസ്റ്റ് ചെന്നൈയിൻ FC. സോ അതിന് നമ്മൾ കൈയടിക്കണം. 10 പേരായിട്ട് ചുരുങ്ങിയിട്ടും താങ്ക്ബോയ് സിംഗ്തോയുടെ കുട്ടികൾ ആ ഒരു റെസിലിയൻസ് മറീന മച്ചാൻസിനെതിരെ കൃത്യമായിട്ട് കാണിക്കുകയുണ്ടായി. ക്യാപ്റ്റൻ അലക്സ് സാജിയുടെ പ്രകടനം, അദ്ദേഹമാണ് പ്ലെയർ ഓഫ് ദി മാച്ച് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഒരു പാർട്ട്ണർഷിപ്പ് അദ്ദേഹം ഉണ്ടാക്കി. സ്റ്റെഫാൻ സാപ്പിച്ചിനൊപ്പം അദ്ദേഹം വളരെ മികവുറ്റ രൂപത്തിൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള പെർഫോമൻസ് നടത്തി. അതേസമയം ഗോൾ കീപ്പർ അർഷ്ദീപ് സിംഗിൻ്റെ ക്രൂഷ്യൽ സേവുകളും നമ്മൾ എടുത്തു പറയണം. ഏതായാലും ഇത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. പ്രീ സീസണിലൊന്നുമില്ലാതെ വന്നൊരു ടീം വളരെ സ്പിരിറ്റഡ് ആയിട്ട് കളിക്കുന്നു. സോ ഹൈദരാബാദിനെ അങ്ങനെ ഈസി ആയിട്ട് മറികടക്കാമെന്ന് ആരും കരുതേണ്ടതില്ല എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് കൂടിയാണ് ഓവൻ കോയലിൻ്റെ ടീമിനെതിരെ അവർ പിടിച്ചിരിക്കുന്ന ഈ ഒരു സമനില നൽകുന്നത്. സോ കാര്യങ്ങൾ മാറി തുടങ്ങുന്നു. അവരൊരുമിച്ച് കൂടുതൽ കളിക്കുമ്പോൾ കൂടുതൽ കരുത്തരായിട്ട് ഹൈദരാബാദ് മാറിയാലും അത്ഭുതപ്പെടേണ്ടതില്ല. പിന്നെ രണ്ടാമത്തെ ടേക്ക് അവേ എന്ന് പറയുന്നത് ബ്ലൂസ്, അതായത് നമ്മുടെ ബംഗളൂരു FC അവരുടെ എവേ വിൻ എന്നുള്ളത് അത് നടക്കാതെ പോകുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഹോം മത്സരത്തിൽ അവർ മികച്ച രൂപത്തിൽ തുടങ്ങിയതാണ്. പക്ഷേ ആദ്യ എവേ മത്സരം മുംബൈ സിറ്റി FCക്കെതിരെ
സമനിലയിൽ കുരുങ്ങുന്നു. സോ 10 പോയിന്റുകൾ നേടിക്കൊണ്ട് അവർ ടേബിൾ ടോപ്പേഴ്സായിട്ട് നിൽക്കുകയാണ് എന്ന കാര്യം നമ്മൾ മറക്കുന്നില്ല. ഏതായാലും 3 കൺസിക്യൂട്ടീവ് വിക്ടറീസിന് ശേഷം അവർ എവേ മത്സരത്തിൽ പോയിട്ട് സമനിലയിൽ കുരുങ്ങിയിരിക്കുന്നു. എന്തായാലും ഇൻട്രസ്റ്റിംഗ്ലി ഇത് ഫസ്റ്റ് 0-0 റിസൾട്ടാണ്. ഈ ഒരു ഫിക്സറിൽ ഫസ്റ്റ് 0-0 റിസൾട്ടാണ് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ബ്ലൂസ് ഇപ്പം അവരുടെ അവസാനത്തെ 3 എൻകൗണ്ടേഴ്സിലും ഐലൻഡേഴ്സുമായിട്ട് ഗോളടിക്കാതെ മടങ്ങുന്നു എന്ന കാര്യം കൂടി ശ്രദ്ധിക്കണം. അത് അവരുടെ ഇത്തരത്തിലുള്ള ലീഗ് ഹിസ്റ്ററിയിലെ ഒരു ലോങ്ങസ്റ്റ് സ്ട്രീക്കാണ്, ആദ്യത്തെ ലോങ്ങസ്റ്റ് സ്ട്രീക്കാണ്. എന്തായാലും അവർ മുന്നോട്ട് പോകുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. 1-ാം സ്ഥാനത്ത് ബംഗളൂരു തുടരുകയാണ്. പക്ഷേ ഹോം മത്സരത്തിൽ അതേ മികവ് ഹെവേ മത്സരത്തിൽ അവർക്ക് തുടരാൻ പറ്റുന്നുണ്ടോ എന്നൊരു ചോദ്യം ഇവിടെ ഉയരുന്നുണ്ട് എന്നുള്ളത് കാണാതെ പോകരുത്. ദെൻ സാദിഖുവും അജായരെയും അവർ ഗോളടിക്കുന്നത് തുടരുന്ന ഒരു കാഴ്ച. അർമാന്ത സാദിഖുവും അലാദിൻ അജാരയും അവരുടെ ഗോൾ സ്കോറിംഗ് സ്പ്രീ തുടരുകയാണ്, ഗോളടി മേളം തുടരുകയാണ്. രണ്ടുപേരും 2 ടീമുകൾക്കായിട്ട് ഗോളടിച്ചപ്പോൾ 3-3 സമനിലയാണ് നമ്മൾ ഫറ്റോഡയിൽ കണ്ടത്. രണ്ടുപേരും 4 ഗോളുകളാണ് ISLന്റെ ഈ ഒരു സീസണിൽ ഇപ്പോൾ അടിച്ചിട്ടുള്ളത് എന്ന കാര്യം കൂടി നോക്കുക. സോ ടോപ്പ് സ്പോട്ടിനായിട്ടുള്ള പോരാട്ടം കനക്കും എന്നർത്ഥം. ഏതായാലും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഗോളടി മേളം ഈ 2 സ്ട്രൈക്കേഴ്സും നിർത്താതെ തുടരുകയാണ്. പിന്നെ ജംഷഡ്പൂർ FC അവരുടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു സ്റ്റാർട്ട് ഈ ഒരു ലീഗിൽ ഈ ഒരു സീസണിൽ തുടക്കമിടുന്നു എന്ന് പറയുമ്പോൾ അതിന് കൈയടിക്കണം. കാരണം ഖാലിദ് ജമീലിൻ്റെ കുട്ടികൾ മികച്ച പ്രകടനം നടത്തുന്നു എന്നുള്ളത് കാണാതെ പോകരുത്. 2-0 വിജയം അവർ ഈസ്റ്റ് ബംഗാൾ FCക്കെതിരെ കൂടി നേടുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷകൾക്ക് വകയുണ്ട്. പലരും അവരുടെ പെർഫോമൻസ് ഓവർ റേറ്റഡ് ആണ് എന്ന് വിലയിരുത്തുന്നുണ്ട്, ഓവർ പെർഫോമിംഗ് ആണ് എന്ന് വിലയിരുത്തുന്നുണ്ട്. വരും മത്സരങ്ങളിൽ എന്താവും എന്നുള്ളത് കണ്ടറിയണം. പക്ഷേ ഈസ്റ്റ് ബംഗാളിനോട് അവർ കൃത്യമായിട്ട് വിജയിച്ചു കയറുന്നു എന്നുള്ളത് അവർക്ക് പ്രതീക്ഷകൾ വർദ്ധിപ്പിക്കുകയാണ്. അതേസമയം കൊൽക്കത്ത ഡെർബിയിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് അവരെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അത് തീർക്കുന്ന വണ്ണമുള്ള പെർഫോമൻസ് നടത്തി 3-0 വിജയം അവർ സ്വന്തമാക്കുകയും ചെയ്തു മുഹമ്മദ് നസിക്കെതിരെ എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. സോ അത് തീർച്ചയായിട്ടും അവർക്കൊരു വലിയ റിലീഫ് നൽകുന്നത് കൂടിയാണ്. മാക്ലറൻ, അതുപോലെ സുഭാഷിഷ് ബോസ്, ഗ്രെഗ് സ്റ്റിവേർട്ട് എന്നിവരാണ് അവർക്കായിട്ട് ഗോളുകൾ നേടിയിരുന്നത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. സോ കാര്യം വളരെ വ്യക്തമാണ്. ആ ഒരു മൊമെൻറ്റം ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു കാലിടർച്ചയൊക്കെ മാറി മോഹൻ ബഗാൻ ക്ലച്ച് പിടിച്ച് കഴിഞ്ഞു. അതേസമയം ഹൈദരാബാദ് FC ആരും അത്ര എളുപ്പത്തിൽ അങ്ങ് എഴുതി തള്ളേണ്ടതില്ല. ഗോളടി വീരന്മാരായിട്ടുള്ള അലാദിൻ അജയയും അർമാന്ത സാദിഖുവും ഒക്കെ നിർബാധം തുടരുകയാണ്. ഇനിയുള്ള മത്സരങ്ങളിൽ കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതാണ് 4-ാം റൗണ്ട് നൽകുന്ന സൂചനകൾ. ഷിഫ്റ്റും ടേണും നിറഞ്ഞതായിരിക്കും, വരുന്ന ട്വിസ്റ്റും ടേണും ഒക്കെ നിറഞ്ഞതായിരിക്കും വരുന്ന റൗണ്ടിലെ മത്സരങ്ങൾ എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ. 4 കളികൾ കഴിയുമ്പോൾ 10 പോയിന്റുമായിട്ട് ബംഗളൂരു FC 1-ാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ 9 പോയിന്റുകൾ വീതം പഞ്ചാബ് FCയും ജംഷഡ്പൂർ FCയും നേടിയിട്ടുണ്ട്. അവർ യഥാക്രമം 2-3 സ്ഥാനങ്ങളിൽ 7 പോയിന്റുമായിട്ട് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ഇപ്പോൾ 4-ാം സ്ഥാനത്ത് നിൽക്കുന്നു. 5 പോയിന്റുള്ള 3 ടീമുകളുണ്ട്. FC ഗോവയും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും കേരള ബ്ലാസ്റ്റേഴ്സും യഥാക്രമം അവർ 5, 6, 7 സ്ഥാനങ്ങളിൽ നിൽക്കുമ്പോൾ 4 പോയിന്റുള്ള ചെന്നൈയിൻ FC, ഒഡീഷ FC, അതുപോലെ മുഹമ്മദ് നസി എന്നീ ടീമുകളുണ്ട്. അവർ യഥാക്രമം 8, 9, 10 സ്ഥാനങ്ങളിൽ നിൽക്കുന്നു. മുംബൈ സിറ്റി FCക്ക് 2 പോയിന്റേ ഉള്ളൂ. അവർ 11-ാം സ്ഥാനത്തും. ഹൈദരാബാദ് FC ഓഫ് ദി മാർക്കായി 1 പോയിന്റോടെ അവർ 12-ാമത് നിൽക്കുമ്പോൾ 4 കളികൾ കളിച്ചിട്ട് ഒറ്റ വിജയവുമില്ലാതെ ആകെ പരിതാപകരമായ അവസ്ഥയിൽ കോച്ചിനൊക്കെ മാറ്റി നിൽക്കുന്ന ഈസ്റ്റ് ബംഗാൾ ഏറ്റവും ഒടുവിൽ നിൽക്കുകയും ചെയ്തു. അപ്പോൾ ഇതിലിപ്പോൾ 4 റൗണ്ട് കഴിഞ്ഞെന്ന് പറയുമ്പോഴും പഞ്ചാബ് FCയും ചെന്നൈയിൻ FCയും മുംബൈ സിറ്റി FCയും ഹൈദരാബാദ് FCയും 3 മത്സരങ്ങൾ മാത്രമേ കളിച്ചുള്ളൂ എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. അപ്പം വരും മത്സരങ്ങൾ ഈ ഒരു പോരാട്ടങ്ങൾ, 4-ാം റൗണ്ടിലെ പോരാട്ടം നമുക്ക് നൽകുന്ന സൂചന എന്ത് എന്ന് ചോദിച്ചാൽ വളരെ കൃത്യമാണ്. കാര്യങ്ങൾ ആ ഒരു മൊമെൻറ്റം ഒന്ന് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ട്വിസ്റ്റും ടേണും നിറഞ്ഞ റൗണ്ടുകളാണ് നമ്മളെ കാത്തിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ്